ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ കോസ്റ്റ് ഷീറ്റിലെ ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലം നമ്പർ 1. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2010. 2010 31 മാർച്ചിൽ അവസാനിക്കുന്ന ഒരു വർഷത്തെ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. റോ മെറ്റീരിയൽസ് 1,20,000, ഡയറക്റ്റ് വൈസ് 80,000, ഡയറക്റ്റ് എക്സ്പെൻസസ് 50,000. ഇത് മൂന്നും നമുക്ക് പ്രൈം കോസ്റ്റിലേക്ക് ആവശ്യമുള്ളതാണ്. ദെൻ ഫാക്ടറി ഓവർഹെഡ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ് 50,000. അപ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ദെൻ ആ കോസ്റ്റ് ഓഫ് സെയിൽസിൽ നിന്ന് സെയിൽസ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇതാണ് നമുക്ക് ഈ ചോദ്യത്തിൽ നമുക്ക് ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ഫാക്ടറി ഓവർഹെഡൊക്കെ നമുക്ക് ഗ്രൂപ്പ് തിരിച്ച് ഗ്രൂപ്പിൻ്റെ ടോട്ടലാണ് തന്നിരിക്കുന്നത്, സെപ്പറേറ്റ് ഐറ്റംസ് അല്ല തന്നിരിക്കുന്നത്. അതിൽ അഡ്മിനിസ്ട്രേഷനും സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷനും ഇതൊക്കെ നമുക്ക് ആ ഫാക്ടറി ഓവർഹെഡ് എന്നുള്ള ഗ്രൂപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ വരും. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഫാക്ടറി ഓവർഹെഡിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് വേണം നമുക്ക് ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യാനായിട്ട്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു വിഷയമില്ല, നമുക്ക് എല്ലാവരും ഓരോ ഗ്രൂപ്പായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കാം. കോസ്റ്റ് ഷീറ്റ് ഫോർ ദി ഇയർ 31 മാർച്ച് 2010. 10,000 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റ് എഴുതാൻ ഒരു കോളം വേണം, കോസ്റ്റ് പെർ യൂണിറ്റ് എഴുതാൻ ഒരു കോളം വേണം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കുന്നു. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ 1,20,000 ആണ് നമുക്ക് തന്നിരിക്കുന്നത്, 1,20,000. ദെൻ ഡയറക്റ്റ് വേജസ് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 80,000 തന്നിട്ട് ഡയറക്റ്റ് വേജസ് 80,000. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ് 50,000. ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ 2,50,000 ആണ് ഇതിൻ്റെ ടോട്ടൽ വരാം. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർഹെഡ് എന്ന് എത്രയാണ്? 25,000. ക്വസ്റ്റ്യൻ നോക്കുക, 25,000. ആ 2,50,000 25,000 ആഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര? 2,75,000. ദെൻ അതിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യാം. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എത്ര തന്നിട്ടുണ്ട്? അത് നമുക്ക് 30,000 തന്നിട്ടുണ്ട്, 30,000. ഓക്കെ, ദെൻ 2,75,000 കൂടെ, അതായത് വർക്ക് കോസ്റ്റിലൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ 3,05,000 വരും, 3,05,000. ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി സെല്ലിംഗ് ഓവർഹെഡ് ആഡ് ചെയ്യുക. സെല്ലിംഗ് ഓവർഹെഡ് എത്രയാണ്? സെല്ലിംഗ് ഓവർഹെഡ് നമുക്ക് 15,000 തന്നിരിക്കുന്നത്. സെല്ലിംഗ് ഓവർഹെഡ് 15,000 തന്നിട്ടുണ്ട്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ് കഴിഞ്ഞാൽ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡാണ് നോക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എത്രയാണ്? 10,000 തന്നിട്ടുണ്ട്, 10,000. അപ്പോൾ സെല്ലിംഗ് ഓവർഹെഡ് 15,000ഉം ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് 10,000ഉം. അത് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂട്ടാം. 3,05,000 കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരുന്നു? 3,30,000. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇനി നമുക്ക് ചോദിച്ച് തന്നിരിക്കുന്നത് പ്രോഫിറ്റ് അല്ല, സെയിൽസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സെയിൽസ് 4 lakh ഇവിടെ എഴുതിയിരിക്കാം. എന്നിട്ട് സെയിൽസിൽ നിന്ന് ഈ 3,30,000 കുറയ്ക്കാം. അപ്പോൾ എത്ര വരും? 3,30,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 70,000 വരും. അപ്പോൾ 70,000 ആണ് ഇവിടുത്തെ നമുക്ക് പ്രോഫിറ്റായിട്ട് വരുന്നത്. ഓക്കെ, 70,000 നമുക്ക് പ്രോഫിറ്റായിട്ട് വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് അത് ബാലൻസിങ് ഫിഗറാണ്. ഓക്കെ, ബാലൻസിങ് ഫിഗർ ഇതാണ് നമുക്ക് ഈ ചോദ്യത്തിൽ നമുക്ക് എഴുതാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി ചെയ്യാണ്ട്, ഇതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റും കൂടി കാണണം. ഓരോ യൂണിറ്റും എത്ര രൂപ വെച്ച് മെറ്റീരിയൽ വന്നു? 10,000 അല്ലേ? അപ്പോൾ ആ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1,20,000നെ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് 12 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് വരാം. ഓക്കെ, 12.00. അപ്പോൾ 80,000നെ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 8.00. ദെൻ 50,000 ഡിവൈഡ് ബൈ 10,000, അപ്പോൾ 5.00. 12 8 25 25 രൂപയാണ് കോസ്റ്റ് പെർ യൂണിറ്റ്. അല്ലെങ്കിൽ 2,50,000 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇല്ല, ഇങ്ങനെ കൂട്ടം, അല്ലെങ്കിൽ ഇതിനെ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി 25,000ൻ്റെ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എത്ര വരും? 2.50. അത് 25 കൂടെ ആഡ് ചെയ്യുമ്പോൾ 27.50. ഓക്കെ, അല്ലെങ്കിൽ 2,75,000നെ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദെൻ 30,000നെ നമ്മൾ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 വരും, 3.00 വരും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടാം. അപ്പോൾ 30.5, അല്ലെങ്കിൽ 3,05,000നെ 10,000 ഡിവൈഡ് ചെയ്യും. അപ്പോൾ സെല്ലിംഗ് ഓവർഹെഡ് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ 1.50. എല്ലാത്തിനും 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് എത്ര? 1 വരും. അതുപോലെ ഇതിനെ നമുക്കത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ 3,30,000നെ 10,000 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 33 വരും, 33. ഓക്കെ,
33. ദെൻ 33യുടെ കൂടെ 70,000 നമ്മൾ 33യുടെ കൂടെ 70,000 പെർ യൂണിറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ പെർ യൂണിറ്റ് ചെയ്യുമ്പോൾ 10,000 ചെയ്യുമ്പോൾ എത്ര വരും? 7 വരും. 7.07. അത് ഇത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ട് 4 lakh നമുക്ക് ചോദ്യത്തിൽ 40 റുപ്പീസാണ് അതിൻ്റെ തന്നിരിക്കുന്നത്. 40 റുപ്പീസ്. അതായത് നമുക്ക് ചോദ്യത്തിൻ്റെ അവസാനത്തിൽ സെയിൽസ് 10,000 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 40. അങ്ങനെ 10,000 × 40, ചിലപ്പോൾ 40 തരില്ല, ഇവിടെ തന്നിട്ടുണ്ട്. എന്തായാലും ലാസ്റ്റ് നമുക്ക് 40 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് എന്താ ടോട്ടലുണ്ട് കോസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് അസർട്ടൈൻ ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ഫിക്സ് ദ സെല്ലിംഗ് പ്രൈസ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു അല്ലേ. അതാണ് ഇതിൽ നിന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഒന്നാമത്തെ ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു.